നമസ്കാരം. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടർ വന്ദനയുടെ ഓർമ്മകളിൽ കണ്ണുകടലായൊരു കുടുംബം ഹൈക്കോടതിയിലെത്തിയ ദിവസം. CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം കോടതിയിലേക്ക് എത്തിയത്. അതേ ദിവസം കൊച്ചിയിൽ വനിതാ ഡോക്ടറോട് മോശം പെരുമാറ്റം, ചോദ്യം ചെയ്ത ഡോക്ടർക്ക് മർദ്ദനവും. എന്നിട്ടും ഡോക്ടർമാർ സുരക്ഷിതരല്ലെന്നോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ചർച്ചയ്ക്കായി അഡ്വക്കേറ്റ് TB മിനി, സാമൂഹിക പ്രവർത്തക, അഭിഭാഷകൻ അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ, മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ മോഹൻ റോയ് എന്നിവരൊപ്പം ചേരും. ആദ്യം ഡോക്ടർ മോഹൻ റോയിലേക്ക്. ഡോക്ടർ മോഹൻ റോയ്, ഇന്ന് ഡോക്ടേഴ്സ് ഡേ. നേരത്തെ പറഞ്ഞതുപോലെ അതേ ദിവസം തന്നെ വളരെ നിരാശ കൊണ്ട്, വേദന കൊണ്ട് ഒരു കുടുംബം കോടതിയിലെത്തുന്നു. മറ്റൊരു വശത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു വനിതാ ഡോക്ടർക്ക് നേരെ മോശം കമൻ്റ് അടിക്കുന്നു. അത് ചോദ്യം ചെയ്യാനെത്തിയ ഡോക്ടറെ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്തൊക്കെ മാറ്റം നമ്മൾ കൊണ്ടുവന്നാലും ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണോ? അല്ല, യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഡോക്ടേഴ്സ് ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. തല്ലുകൊണ്ട് തുടങ്ങിയൊരു ഡോക്ടർ ദിനമാണ്. ഞാനൊക്കെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് ഇങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് തല്ല് കിട്ടി എന്ന് ഡോക്ടർ ദിനത്തിൻ്റെ അന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് അതും സംഭവിച്ചു. ഏതു സാഹചര്യത്തിലാണ്? ഒരു ഡോക്ടറുടെ കൊലപാതകം നടന്നതിന് ശേഷം. അതും എന്തിനു ശേഷമാണ്? ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു വനിതാ ഡോക്ടറുടെ അടിവയറ്റിൽ ചവിട്ടിയതിന് ശേഷം. ഈ സംഭവങ്ങളിലൊക്കെ അന്ന് പിന്നെ നമുക്ക് നിയമമില്ലായിരുന്നെന്ന് പറയാം. പക്ഷേ സാധാരണ ഇതിലേറ്റവും പരാമർശിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ ഡോക്ടറുടെ അടിവയറ്റിൽ ചവിട്ടേറ്റ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു സാധാരണ സ്ത്രീക്ക്, ഈ സാധാരണ സ്ത്രീ എന്ന് പറയുന്നത് ഞാനാരെയും വില കുറച്ച് കാണുകയൊന്നുമല്ല കേട്ടോ, ഒരു സ്ത്രീക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ, ഏത് തൊഴിൽ മേഖലയിലുമുള്ള ഒരു സ്ത്രീക്കെതിരെ ഒരു അതിക്രമം ഉണ്ടായാൽ, ശാരീരികമായ മാനസികമായ അതിക്രമം ഉണ്ടായാൽ പൊതുസമൂഹം പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ രീതിക്കൊട്ടും യോജിച്ചതായിരുന്നില്ല മെഡിക്കൽ കോളേജിൽ ആദ്യം നടന്ന ഒരു വനിതാ ഡോക്ടറുടെ വയറ്റിൽ ചവിട്ടിയ സംഭവത്തിന് ശേഷം ഉണ്ടായ പ്രതികരണങ്ങൾ. അന്ന് പല പ്രൊഫൈലുകളും പല ഹാൻഡിലുകളും ഇതെന്തോ ഡോക്ടർമാരായാൽ അവർക്കിത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് ഒരു ഡോക്ടർക്കെതിരായിട്ടുള്ള ആക്രമണം ഒരു കൊലപാതകത്തിൽ കലാശിച്ചേക്കാമോ എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുകയുണ്ടായി. എനിക്കുൾപ്പെടെ ഈ ആശങ്കയുണ്ടായിരുന്നു. അത് കൃത്യമായി സംഭവിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിലൊക്കെയുള്ള അദൃശ്യമായ ഒരു ലഹരിയുടെ സ്വാധീനത്തെക്കുറിച്ചും സാന്നിധ്യത്തെക്കുറിച്ചും നമുക്ക് പറയാതെ വയ്യ. ഇന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ, ഇതെന്താണ് നടക്കുന്നത്? ഒരു ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ബംഗാളിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന BC റേയുടെ, അദ്ദേഹം 1882 ജൂലൈ 1 ജനിക്കുകയും 1962 ജൂലൈ 1 മരിക്കുകയും, ഒരു മാതൃകാ ഡോക്ടർ, അതായത് 1948 മുതൽ 62 വരെ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നതിനോട് മുമ്പ് സ്വന്തം താൻ വൈസ് ചാൻസലറായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി ബോംബിട്ടപ്പോൾ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയും മഹാത്മാഗാന്ധിയുടെ വ്യക്തിഗത ഫിസിഷ്യനും അദ്ദേഹത്തോടൊപ്പം 1942 സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ഈ ഒരു ദിനത്തിന്, ഇനി ദിനത്തിൻ്റെ പ്രാധാന്യമൊക്കെ പെട്ടെന്ന് ഈ ആക്രമിക്കാൻ വരുന്നവർക്ക്, കള്ള് വയറ്റിൽ കിടക്കുന്നവർക്ക് എന്ത് ദിനത്തിനെക്കുറിച്ചുള്ള പ്രാധാന്യമാണ് ഉള്ളത്? അവരെന്താ ചെയ്തതെന്നറിയാമോ? ഡോക്ടർമാരുടെ ഈ ദിനമെന്ന് പറയുമ്പോൾ ഡോക്ടർമാരുടെ ജോലിയെക്കുറിച്ച്, ഡോക്ടർമാരുടെ ജോലിയെ അങ്ങ് മഹത്വവൽക്കരിച്ചുകൊണ്ട് ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് ഈ ഡോക്ടറുടെ ജോലിയൊന്നും മഹത്വവൽക്കരിക്കേണ്ടെന്നേ, ദൈവമാണെന്നൊന്നും ഞങ്ങളെ ആരും സമ്മതിച്ച് തരണ്ടെന്നേ. ഈ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ചോദ്യം, ദൈവത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് തുപ്പുകയും ചവിട്ടുകയും ആറ്റുകയും തെറി വിളിക്കുകയും ആക്രമിക്കുകയും കഠാര കുത്തിയിറക്കുകയും വേണം ചെയ്തത്. അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഡോക്ടറോട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ദൈവമായിട്ട് കണക്കാക്കുന്നത് അങ്ങനെ നിൽക്കട്ടെ. ഡോക്ടർ ദൈവമല്ല, യഥാർത്ഥത്തിൽ പഠിച്ച ഒരു ശാസ്ത്രശാഖ പ്രാക്ടീസ് ചെയ്യുകയാണ്. ആ ശാസ്ത്രശാഖയിൽ ഉണ്ടായേക്കാവുന്ന ശാസ്ത്രത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ. ഇത് മതമല്ലല്ലോ സർ, ഇത് ശാസ്ത്രമാണല്ലോ. ശാസ്ത്രത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ആ പരിമിതികൾ വൈദ്യശാസ്ത്രത്തിലും റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അതിൻ്റെ പേരിൽ പോലും, അങ്ങനെയാണെങ്കിൽ പോലും ആക്രമിക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ. ഇത് അടുത്ത പ്രശ്നം ഇതൊരു സ്ത്രീ ആയതുകൊണ്ടാണെന്ന് കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും. വനിതാ ഡോക്ടറുടെ കാര്യത്തിലായാലും വന്ദനയുടെ കാര്യത്തിലായാലും ഈ ഡോക്ടറുടെ കാര്യത്തിലായാലും സ്ത്രീയെയാണ് അവർ ആക്രമിക്കുന്നത്. അത് എന്താ ചെയ്തത്? ലൈംഗികാതിക്രമം ആദ്യം നടക്കുന്നത്. അവരെ കമൻ്റ് അടിക്കുന്നു. നോക്കും, ജീവൻ രക്ഷിക്കാനായി ജോലി ചെയ്യാനിരിക്കുന്ന ഒരു ഡോക്ടറെ കമൻ്റ് അടിക്കുന്നു, അതിനുശേഷം ശരീരത്ത് തട്ടാൻ ശ്രമിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഒരാൾ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ചെയ്ത ആൾക്കെതിരെ, അതായത് ഡോക്ടർ, ഈ നിയമങ്ങൾ മാറി വരും പോലെ അല്ലെങ്കിൽ ഭേദഗതി വരും പോലെ പ്രസക്തമാണ് സാമൂഹിക പശ്ചാത്തലം മാറി വരിക എന്നത്. അല്ല, സാമൂഹിക പശ്ചാത്തലം മാറി വരുന്നതോ നിയമങ്ങൾ മാറി നോക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ഏത് തൊഴിൽ മേഖല എടുത്താലും ആ തൊഴിൽ മേഖലയിലുള്ള ആൾക്കാർക്കെതിരെ ഇത്രയും അതിക്രമം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു മേഖല നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
പോലീസിനും എക്സൈസിനും പറ്റില്ല. അവരിതിന് ട്രെയിൻഡ് ആണെന്നേ. പോലീസ് അവരുടെ പരിശീലനത്തിന് ശേഷം അല്ല, അത് ഒരുപക്ഷെ ഡോക്ടർമാരുടെ വശത്ത് നിന്ന് ചിന്തിച്ചാൽ ജീവൻ വെച്ചുള്ള കളിയാണ്. മറുവശത്ത് ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ കൂടെ വരുന്നവർക്ക് കൊണ്ടുവന്നയാളെ എങ്ങനെയും ജീവനോടെ നിലനിർത്തണമെന്ന ആഗ്രഹമാണ്. അതിൽ നിന്നും ഒക്കെയാകും ഒരുപക്ഷെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ഈ അതിക്രമത്തിലേക്ക് പോകുമ്പോഴാണല്ലോ പ്രശ്നം. അത് വളരെ രസകരമാണല്ലോ സാർ. ജീവൻ വെച്ചുള്ള കളി ഒരാൾ നടത്തുമ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തിയും അയാളെ അതാണ് ഞാൻ പറഞ്ഞത്, അതിക്രമത്തിന്റെ പാതയിലേക്ക്. ഇത് നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ശാരീരികമായ ആക്രമണങ്ങളാണ്. ഈ ശാരീരികമായ ആക്രമണങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു കാര്യമുണ്ടെന്നേ, നമ്മൾ ഈ തിരുവനന്തപുരം ഭാഷയിലൊക്കെ ചെറയുക എന്ന് പറയാറുണ്ടല്ലോ. നിങ്ങൾ ഒരു രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് കൂടി നിന്ന ആൾക്കാർ നിങ്ങളുടെ നേരെ നോക്കുന്ന ഒരു നോട്ടമുണ്ടല്ലോ, അവരുടെ ടോണിലുള്ള വ്യത്യാസമുണ്ടല്ലോ. താങ്കളൊന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കും, ഈ രോഗിയെ ഞങ്ങൾക്ക് നോക്കണമെന്ന് പറയുമ്പോൾ പറയുന്ന രീതിയുണ്ടല്ലോ. ഇതിൽ ലഹരിയുടെ സ്വാധീനമുണ്ട്, കയ്യിലിരിപ്പിൻ്റെ ഉണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഡോക്ടേഴ്സ് ഡേ ആണ്, സർക്കാർ സ്വകാര്യ മേഖലകളിലെ വ്യത്യാസങ്ങളൊന്നും ഞാൻ ഈ പറയുന്നില്ല. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ സർക്കാർ ആശുപത്രികളിലാണ്. സ്വകാര്യ ആശുപത്രികളിൽ എന്താ ഇതൊക്കെ നടക്കാത്തത്? അതൊരു ചോദ്യമാണ്, സാമൂഹ്യ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത് നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ? അവിടെ ഡോക്ടർമാരാണല്ലോ. ഈ പറയുന്ന ഡോക്ടർമാർക്കായിട്ടുള്ള ഇത്തരം ക്രൂരവും നീചവുമായ ആക്രമണങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ നടക്കാറുണ്ടോ? അതും പരിശോധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ സാമൂഹ്യ സാഹചര്യമാർ നോക്കൂ. ഇപ്പോൾ ഒരു വാഹനം ഇടിച്ച് ഒരാൾ കൊല്ലപ്പെടുന്നു, ഒരു സർക്കാർ വാഹനമാണെന്ന് വെച്ചോളൂ. അതിൻ്റെ ഡ്രൈവറെ ഇങ്ങനെ ആക്രമിക്കാറുണ്ടോ? നോക്കൂ, ആക്രമിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എത്രയോ വകുപ്പുകളുടെ നല്ല കാര്യം കൊണ്ടോ ചീത്ത കാര്യം കൊണ്ടോ റോഡിൽ എത്രയോ പേര് ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു തലത്ത് നമ്മളെ അങ്ങ് മഹത്തരമാക്കുകയാണ്. നിങ്ങൾ ദൈവമാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് പറയുകയും ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷനല്ലേ എന്നാൽ രണ്ടടി കൂടുതൽ ഇടിക്കട്ടെ എന്ന് പറയുന്ന രീതി രണ്ടും കൂടെ നടക്കില്ല സാർ. ശരി, ശ്രീ അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ, അതായത് ഈ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടും, വിവിധ മേഖലകളിൽ ഉള്ളവരുടെ അഭിപ്രായം സമന്വയിപ്പിക്കും, അങ്ങനെ ശക്തമായൊരു നിയമത്തിലേക്ക് നമ്മൾ പോകും എന്നാണല്ലോ നമ്മുടെ ആഗ്രഹവും താല്പര്യവും. ഈ 1 മണിക്കൂറിനകം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടാൽ FIR ഇടണം, 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം, 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം എന്നൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമത്തെക്കുറിച്ചുള്ള ബോധ്യം, അതായത് അങ്ങനെ ഒരു ആരോഗ്യ പ്രവർത്തകന് നേരെ ആക്രമണം ഉണ്ടായാൽ, അതിക്രമിച്ചാൽ വളരെ പെട്ടെന്ന് താൻ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന ബോധ്യം കൊണ്ട് മാത്രം പരിഹരിക്കുന്നതാണോ അടിക്കടി കേൾക്കുന്ന ഡോക്ടർമാർക്കെതിരായ ആക്രമണം, ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണമൊക്കെ? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ഒരു പ്രധാന പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും, അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു മനസ്ഥിതി. അത് ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണമായാലും മറ്റേത് തരത്തിലുള്ള ആക്രമണമായാലും അത്തരമൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ ജനങ്ങൾക്കുള്ളത്. പക്ഷെ അത് മാറേണ്ടതുണ്ട്. അത് മാറാതെ നമുക്ക് എത്രത്തോളം നിയമം ശക്തമാക്കിയിട്ടും കാര്യമില്ല. ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഡോക്ടർമാരോട്, പ്രത്യേകിച്ചും സ്ത്രീകളായ ഡോക്ടർമാരോടൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് വളരെയേറെ വ്യത്യാസം വരേണ്ടതുണ്ട്. അതിന് നമുക്ക് സെൻസിറ്റൈസേഷൻ തന്നെയാണ് അതിന് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഡോക്ടർമാരുടെ ജോലി ഇപ്പൊ പറഞ്ഞതുപോലെ അവരെ ദൈവം പോലെ കാണണമെന്ന്, അല്ലെങ്കിൽ നഴ്സുമാരെ നമ്മൾ മാലാഖമാരെ പോലെ കാണണം എന്നൊക്കെ പറയുകയും അവരോടുള്ള പെരുമാറ്റത്തിൽ അത്തരം ഒരു കാഴ്ചപ്പാട് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിയമത്തിന്റെ പ്രശ്നമല്ല, ശക്തമായ നിയമം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് ഇന്ത്യൻ പീനൽ കോഡ് ആണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണെങ്കിലും ഈ ആക്ടിലൊക്കെ ശക്തമായ വകുപ്പുകളുണ്ട്. അതോടൊപ്പം കുറച്ചുകൂടി കാലികമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കാലികമായ മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാം. ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിക്രമങ്ങൾ നടത്തി ഹോസ്പിറ്റലിൽ നഷ്ടമുണ്ടാക്കി കഴിഞ്ഞാൽ ആ നഷ്ടം ഇപ്പൊ നമുക്ക് PDPP ആക്ട് പ്രകാരം നമ്മുടെ പൊതു സ്വത്ത് നശീകരണം നിയന്ത്രണ ആക്ട് ഉണ്ടല്ലോ, ആ ആക്ടില് നമ്മൾ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പോലീസ് കണക്കാക്കിയാൽ ആ തുക ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ജാമ്യം നൽകാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ഹൈക്കോടതി വിധിക്കുകയുണ്ടായി. അതുപോലുള്ള ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ചില അമെൻഡ്മെന്റ്സ് ഇതുപോലുള്ള നിയമങ്ങളിൽ വരാം. അത് കെട്ടിടവും അല്ലെങ്കിൽ അതുപോലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്ന കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ വ്യക്തിപരമായ ആക്രമണങ്ങളുടെ പേരിലാണെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം, ഇത് ഡോക്ടറെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക നിയമപ്രകാരവും അവർക്കെതിരെ നടപടിയെടുക്കാം. അതോടൊപ്പം ഇന്ത്യൻ പീനൽ കോഡിലെ റിലവന്റ് വകുപ്പുകൾ പ്രകാരവും
അവർക്കെതിരെ കേസെടുക്കാവുന്നതാണ്. അപ്പൊ ശക്തമായ നിയമം നമ്മുടെ നാട്ടിൽ ഓൾറെഡി നിലവിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ നിയമത്തെ പറ്റി അറിവില്ലാത്തതൊന്നുമല്ല, ഇത് ജനങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞത് പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇപ്പോ സർക്കാർ ഹോസ്പിറ്റലുകളിലാണ് ഇത്തരം അതിക്രമങ്ങൾ അധികവും നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്ഥിതിയുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നീ എല്ലാവരും കൂടി ചേർന്ന് എന്നെ എന്തിനാണ് അടിക്കുന്നത്, ഞാൻ എന്താ പൊതുസ്വത്താണോ എന്നുള്ളൊരു ചോദ്യം. ഇത് LP ക്ലാസ് മുതൽ നമ്മളുടെ കുട്ടികൾ തമാശയ്ക്ക് പറയുന്ന ഒരു വാക്കാണ്. ഇതിൽ അന്തർലീനമായിട്ടുള്ളത് ഒരു പൊതുസ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾക്ക് എന്തും ചെയ്യാം, അതിനെ നശിപ്പിക്കാം, അവിടെയുള്ള ആളുകളെ ആക്രമിക്കാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ വളർന്നു വരികയാണ്. അത് നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രതികരണങ്ങളിൽ മാറ്റമുണ്ടാവും. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലെ മതിലുകളിൽ ചുമരുകളിൽ എഴുതി വെക്കുക മാത്രമായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയായിരിക്കും ചെയ്യുക. പിന്നീട് അത് വളർന്നു വരുമ്പോൾ ഒരു വികലമായ മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു വന്ന് അവിടെ എത്തുമ്പോൾ അവിടെ പൊതു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളും ഒരു പൊതുസ്വത്താണ്, അവരെ എന്തെങ്കിലും ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയെ നിയന്ത്രിക്കണമെങ്കിൽ നിയമം മാത്രം പോരാ. അത്തരമൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായ ഫോളോ അപ്പ് വേണം, ശക്തമായ അന്വേഷണം വേണം. അത് വെറും പ്രസ്താവനകളിൽ ഉണ്ടായാൽ പോരാ, ശക്തമായ അന്വേഷണം നടത്തുകയും നമുക്കറിയാം നീതി നടപ്പായാൽ പോരാ, നീതി നടപ്പാകുന്നതായി നമുക്ക് തോന്നുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം. അതാണ് നമ്മുടെ ഡോക്ടർ മോഹൻ റോയ്. ഇപ്പോൾ ഈ ഡോക്ടർ സ്നാക്സോ മറ്റോ കഴിക്കാനായി വനിതാ ഡോക്ടറും ഒപ്പമുണ്ട്. അവർ അവിടെ ഇരിക്കുന്നു, രണ്ടുപേർ നടന്നു വരുന്നു, വന്നിട്ടൊന്ന് തൊട്ടുപോകുന്നു. ഒരു പ്രശ്നമുണ്ടാക്കാനാണ് അവരുടെ വരവ് എന്നറിയാം. എന്നിട്ട് സംസാരമാകുന്നു. അപ്പോഴേക്കും ഈ ഡോക്ടർ പറയുന്നുണ്ട് വനിതാ ഡോക്ടറോട്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഡോക്ടർ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നതും ആക്രമണത്തിന് വിധേയനാകുന്നതും ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നതും. അദ്ദേഹം ചെറുത്തു നിൽക്കുന്നുണ്ട്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അത്രയേറെ കരുതൽ ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സേവനത്തിനപ്പുറത്ത് പോലും പ്രയോഗിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. കാരണം വനിതാ ഡോക്ടറോട് മാറി നിൽക്കൂ എന്ന് പറയുന്നു പോലുമുണ്ട്. നോക്കൂ, ഈ കണ്ടു നിൽക്കുന്നവർ, ഇന്ന് അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് മർദ്ദിച്ചപ്പോൾ ആരും ഇടപെടാതെ കണ്ടു നിന്നത് ദൗർഭാഗ്യകരമെന്നാണ്. ഈ ആക്രമിക്കാൻ വരുന്നവൻ്റെ അത്ര ക്രിമിനൽ സ്വഭാവം, അതിനെ നേരിടാനുള്ള മാനസികാവസ്ഥ പോലും ഈ കണ്ടു നിൽക്കുന്നവർക്ക് ഇല്ല എന്നാണോ? എന്തുകൊണ്ടാണ് ഈ സമൂഹം പ്രതികരിക്കാൻ മറന്നുപോകുന്നത്? അല്ല, ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? പണ്ട് നമ്മൾ പറയുമല്ലേ, ഈ പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്നുള്ളതങ്ങ് മാറ്റിയിട്ട് പരോപകാരമേ പാപം പുണ്യമേ പരപീഡനം എന്ന് വരെ പറയുന്ന ആൾക്കാരുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാമൂഹികമായ ഒരു മനുഷ്യൻ ഇടപെടേണ്ട സാഹചര്യത്തിൽ അവൻ ഇടപെടുന്നുണ്ടോ എന്നുള്ളിടത്താണ് ഈ പ്രശ്നം. നമ്മളിപ്പോൾ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. റോഡിലൊക്കെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് രക്തത്തിൽ കുളിച്ച് കിടന്നാൽ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും അത് വേണമെങ്കിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇടാനും താല്പര്യമുള്ള ധാരാളം പേര് കണ്ടേക്കാം. നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ കണ്ടിട്ടുണ്ട്. ഒരു പോലീസ് സംവിധാനത്തെ സെൽഫി എടുക്കുന്ന ആളിനോ ഫോൺ ചെയ്യുന്ന ആളോ പോലീസ് സംവിധാനത്തെ ആംബുലൻസിനെ വിളിക്കാൻ പോലും തോന്നില്ല എന്ന് മാത്രമല്ല, അവർ സ്വന്തം വാഹനമുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അത് ഒരു വശത്ത് അവിടെയും ഞാൻ പറയുന്ന ഒരു ഭയത്തിൻ്റെ ഒരു അംശമുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെല്ലാവരും ഇപ്പം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റും അങ്ങും ഞാനും ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ നമ്മളൊരു നഗരത്തിലൂടെ വാഹനം ഓടിക്കുകയാണ്, 2 വീലറോ 4 വീലറോ ആയിക്കോട്ടെ. ഈ വാഹനം ഓടിക്കുമ്പോൾ കുറേ അധികം പേര് പുറകിൽ വന്ന് ഹോണടിച്ച് അലോസരം ഉണ്ടാക്കുകയും പലപ്പോഴും ഇവർ നമ്മുടെ വാഹനത്തെ അങ്ങ് ചേർത്ത് നിർത്തുകയും പിന്നെ നമ്മളോട് തെറി വിളിക്കുകയും ശകാരിക്കുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ എന്താ ചെയ്യുക? പ്രതികരിക്കാറുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ പ്രതികരിക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. ഇപ്പോൾ ഈ ആരോടാണ് പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. കാരണം അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവർ എങ്ങനെ തിരിച്ചു പെരുമാറുമെന്ന ചോദ്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവൻ്റെ അരക്കെട്ടിൽ എന്താണെന്നും അവൻ്റെ വയറ്റിൽ എന്താണെന്നും എനിക്കറിയില്ലെന്നാണ്. ഞാൻ പതുക്കെ അതങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞ സുഹൃത്തെ, അവൻ്റെ അരക്കെട്ടിൽ എന്താണെന്നും അവൻ്റെ തലച്ചോറിൽ എന്താണെന്നും, ഇവൻ കഴിച്ചത് ഇവൻ്റെ തലച്ചോറിലേക്ക് എത്തി ഇവന് സ്വഭാവ പ്രശ്നം ഉണ്ടാകും. അവിടെ ഒരു പേടിയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മാറി നിൽക്കുന്ന ആൾക്കാരും. ഈ മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഇതെന്ത് ഉദ്ദേശത്തിലാണ് ഇവനെ നമ്മൾ പിടിച്ചു മാറ്റാൻ ചെല്ലുന്നത്, ഇവൻ്റെ കയ്യിൽ ആയുധമില്ലേ കത്തിയില്ലേ എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ഒരു സുരക്ഷയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമല്ലോ. കാരണം അത്രത്തോളം റിപ്പോർട്ടുകളാണ് പൊതുവേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുതാപത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ അനുതാപമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ സ്വയരക്ഷ എന്നുള്ള പ്രാഥമികമായ ഒരു കാര്യമുണ്ടല്ലോ. ഈ സ്വയരക്ഷയുടെ അപ്പുറത്തേക്ക് ഈ അനുതാപം എന്നുള്ള തലത്തിലേക്ക് അവൾ പറയുന്നത്. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം, കൂടെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊളീഗാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതേ ചെയ്യത്തുള്ളൂ. എത്ര ആ വന്നു നിൽക്കുന്ന ആളുടെ ശരീരബലമോ അദ്ദേഹം ആരുടെ 2 ഇഞ്ച് പൊക്കവും 100 കിലോയും ഉള്ള ആളാണെന്ന് ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ പ്രതികരിക്കുന്ന പോലെ നമ്മുടെ കൂടെ ഉള്ളവർ പ്രതികരിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പല മെഡിക്കൽ കോളേജുകളിലും ഉള്ള പരിശീലനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. സെൽഫ് ഡിഫൻസ് ഒന്നും NMCയുടെ കരിക്കുലത്തിലൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷേ പല ഡോക്ടർമാരും കോളേജുകളിലും ഒക്കെ തന്നെ സെൽഫ് ഡിഫൻസിൻ്റെ കോഴ്സുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മളൊരു പ്രഡിക്ഷൻ നടത്തിയിരുന്നില്ല, ഒരു ഡോക്ടർ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞതുപോലെ. എനിക്ക് തോന്നുന്നു ഇത് ആരെങ്കിലും ഒരാൾ തിരിച്ച് സെൽഫ് ഡിഫൻസ് അല്ലേ,
തിരിച്ച് അങ്ങോട്ടും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാലം വലിയ വിദൂരമൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരി, നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഒരു ഇടവേള കഴിഞ്ഞ് സ്പെഷ്യൽ എഡിഷനിലേക്ക് വീണ്ടും സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് ടി ബി മിനി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി ബി മിനി, അതായത് ഈ ഇന്ന് ഡോക്ടർക്ക് മർദ്ദനം നേരിടേണ്ടി വന്നു എന്നത് ഒരു വശത്ത് നിൽപ്പുണ്ട്. മറുവശത്ത് ഈ വന്ദനാദാസിൻ്റെ കുടുംബം ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. CBI അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ പ്രതിയെ കൈയോടെ പിടികൂടി അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. എന്നിട്ടും CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാവും? അല്ല, അതില് അവരെ സംബന്ധിച്ച് അതൊരു പലതരത്തിലുള്ള അലിഗേഷൻസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയാണ്. സ്വാഭാവികമായ രീതിയിലുള്ള ഒരു പ്രൊവോക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകമല്ല എന്നൊരു സംശയം വീട്ടുകാർക്ക് ഉള്ളത് കൊണ്ടാണ് അവര് CBI അന്വേഷണത്തിലേക്ക് പോകണം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളുടെ സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ സുരക്ഷാ നിയമം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടേഴ്സിന് അവര് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുക്കും എന്നും, ഇതുപോലെ ഏത് ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും അവരെ ഡോക്ടറുടെ പരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് കയ്യാമം വെച്ചിട്ട് കൊണ്ടുപോകുന്ന നിർദ്ദേശങ്ങളടക്കം കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആരോഗ്യ മേഖലയിലെ ഈ വിഷയങ്ങള് വൺ സൈഡഡ് ആയിട്ട് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വന്ദനാദാസ് എന്ന് പറയുന്ന ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതിൽ നമുക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. അതിലെ കുറ്റവാളികള് ബോധപൂർവമായിട്ടുള്ള ഇന്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു കൊലപാതകമാണ് നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അതായത് ഈ കേസില് ബോധപൂർവമായിട്ട് ഒരു നരഹത്യ അല്ലെങ്കിൽ കൊലപാതകമാണ് അതിലുണ്ടായത് എന്നത് അല്ല, അത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രൊവോക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതും തെളിയിക്കേണ്ടതും സർക്കാരിന്റെ ബാധ്യതയാണ്. കാരണം അതിന്റെ സാഹചര്യങ്ങൾ, അത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ്. അത് ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, ഇപ്പൊ CBI ആണെങ്കിലും അത് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണമാണെങ്കിലും അതാണ് തെളിയിക്കേണ്ടത്. ആ കുട്ടി പ്രൊവോക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ഈ ക്രിമിനലിന്റെ അറ്റാക്കുമായി ബന്ധപ്പെട്ടാണ് മരിച്ചത്. ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന ഈ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആരും ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. എന്തുകൊണ്ട്? ഇത് ഒരു ക്രിമിനൽ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാർ അറ്റാക്ക് ചെയ്യപ്പെടുന്നതാണ്. ഒരു വശത്ത് ആശുപത്രി ചെല്ലുന്ന രോഗികൾക്ക് വേണ്ടത്ര ചികിത്സ കിട്ടാതിരിക്കുകയോ ആ രോഗിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്ടർമാരുടെ നെഗ്ലിജൻസ് ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് ആ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള അത്തരം സിറ്റുവേഷൻ ഉണ്ടാവുന്ന ഒരു പ്രൊവോക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകാരികമായി ബന്ധുക്കളും സുഹൃത്തുക്കളും സാങ്കേതികമായ വിലപ്പെട്ട അഭിപ്രായമാണ് പങ്കുവച്ചത്. അതിനൊരു പക്ഷേ ഡോക്ടർ മോഹൻ റോയ്ക്ക് മറുപടി പറയാനുണ്ടാകും. അതിനു മുൻപ് അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ, അതായത് ഈ അന്വേഷണ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടും വന്ദനയെ കൊല ചെയ്യാനുള്ള കാരണമെന്തെന്ന് കണ്ടെത്താനായിട്ടില്ല. സർക്കാർ വകുപ്പുകൾക്ക് വീഴ്ച പറ്റിയെന്നാണ് ആ കുടുംബം ആവർത്തിച്ചു പറയുന്നത്. നോക്കൂ, ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട്. പലപ്പോഴും നല്ല എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് പ്രതികളുടെ അവകാശങ്ങളെ പറ്റിയാണ്. പ്രതികളുടെ മനുഷ്യാവകാശങ്ങളെ പറ്റി ഏറെ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മൾ. പക്ഷെ ഇവിടെ ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ മനുഷ്യാവകാശത്തെ പറ്റി ഏറെ ചർച്ച ചെയ്യപ്പെടാറില്ല, അതാരും മനസ്സിലാക്കാറുമില്ല. അതുതന്നെയാണ് ഈ കേസിനും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മിനി പറഞ്ഞതിൽ ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. എനിക്ക് മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. ഇവിടെ പ്രൊവോക്കേഷൻ കൊണ്ടാണ് ഈ കൊലപാതകം നടന്നത്, അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ കൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതൊക്കെ ആ കേസിലെ ഡിഫൻസ് ആണ്. അത് പ്രതി എടുക്കേണ്ട ഡിഫൻസ് ആണ്. അയാൾക്ക് ഒരുപക്ഷെ അതായിരിക്കാം അയാളുടെ ഡിഫൻസ് എടുക്കാൻ പോകുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. അയാളുടെ മെൻസ്രിയ അയാൾക്കുണ്ട്, അയാൾ ഇന്റൻഷനലി ഈ കുട്ടിയെ കൊന്നതാണ് എന്നാണ് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. മോഹൻ റോയ്, അതായത് ഈ പ്രതിയുടെ മാനസിക നില പരിശോധിച്ച സംഘത്തിന്റെ ബോർഡിന്റെ ചെയർമാൻ കൂടിയായിരുന്നല്ലോ അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം.
അല്ല, എനിക്കത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞതിനോടുള്ള എൻ്റെ ശക്തമായ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ ഡോക്ടർമാർക്കെതിരായിട്ടുള്ള നെഗ്ലിജൻസും ബാക്കിയൊക്കെ അന്വേഷിക്കാൻ വരുമ്പോൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുണ്ടെന്ന സ്വാഭാവികമായ പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെ അങ്ങ് എഴുതി തള്ളണമെന്ന്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, മാഡത്തിൻ്റെ മാഡം പല പാനലുകളിലും എൻ്റെ കൂടെ ചർച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, മാഡത്തിനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നുള്ളൂ. ഈ നമ്മളൊക്കെ വാദിക്കുന്ന എല്ലാ കേസുകളും ജയിക്കാറുണ്ടോ മാഡം? അപ്പോൾ ജയിക്കാത്തപ്പോൾ കുറ്റാരോപിതൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ബന്ധുക്കളുടെ സ്വാഭാവിക പ്രതികരണമൊക്കെ നമ്മളങ്ങ് കേൾക്കുമോ? ഇനി ജുഡീഷ്യൽ സിസ്റ്റത്തോടുള്ള സകല ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, 2 അഡ്വക്കേറ്റർമാരെ ഇരുത്തി തന്നെ ഞാൻ ചോദിക്കുന്നത്, ലോവർ കോടതികൾ ശിക്ഷിച്ചോ ശിക്ഷിക്കാതെ വിടാത്ത കേസുകളൊക്കെ മുകളിൽ പോയി ശിക്ഷിക്കുകയും ശിക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്നും ഒരു ഹ്യൂമൻ എറർ ഇല്ല. അപ്പോഴൊക്കെ ആൾക്കാരുടെ ഈ സ്വാഭാവികമായ വികാരങ്ങളൊക്കെ അണപൊട്ടി ഒഴുകിക്കഴിഞ്ഞാൽ നമുക്കൊന്നും താങ്ങാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വാദങ്ങളാണ്. ഇത്തരത്തിലുള്ള വാദം പോലും എനിക്ക് അറിഞ്ഞൂടെ. ഒരു അഡ്വക്കേറ്റ് സംസാരിക്കുക, മറ്റൊരു അഡ്വക്കേറ്റ് കൂടെ നിൽക്കുക. ആക്രമണത്തിനുള്ള ഒരു പ്രേരണയായിട്ട് കണക്കിലെടുക്കാമോ എന്ന് എനിക്ക് സംശയം. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? മാഡം, ഡോക്ടർമാരുടെ നെഗ്ലിജൻസും ബാക്കിയൊക്കെ അന്വേഷിക്കാൻ അവിടെ സംവിധാനം ഉണ്ടെന്നേ. എല്ലാവരുടെയും നെഗ്ലിജൻസ് ആണെന്ന് താങ്കൾക്ക് തോന്നുന്നതാണല്ലോ, അത് അന്വേഷിച്ച് തെളിയിച്ചിട്ടൊന്നുമല്ലോ. അതിനു മുമ്പ് ഒരുത്തൻ്റെ പുറത്ത് കയറാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ നന്നാണ്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകൾ തങ്കലിപിളിൽ എഴുതി ചേർക്കണം. ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷനായിട്ട് ഞാനതങ്ങ് സ്വീകരിക്കുകയാണ്. എടുക്കട്ടെ, നമുക്കത് ചർച്ച ചെയ്യാം. ഭാവിയിലും ഈ ചർച്ച പക്ഷേ കൂടുതൽ നേരം ഇതേ വിഷയത്തിൽ ചർച്ച ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ 5 മുതൽ 5:30 വരെ മാത്രമാണ് നമുക്ക് സമയം അനുവദിച്ചിട്ടിയത്. ടി ബി മിനി മറുപടി പറയേണ്ടതുണ്ടായിരുന്നു. പക്ഷേ 5:15 കഴിഞ്ഞാണ് ജോയിൻ ചെയ്യാനായത്. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്ത് നിർത്തുന്നത് ഇങ്ങനെയാണ്. അതായത് നിയമം മാറിയിട്ട് കാര്യമില്ല, കൂടുതൽ ശക്തമായിട്ട് മാത്രം കാര്യമില്ല, സാമൂഹിക രീതികളിൽ മാറ്റം ഉണ്ടായേ തീരൂ. അതാണ് ഡോക്ടർമാർക്കെതിരായ അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ റോയ്, അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ടി ബി മിനി ഒപ്പം ചേർന്നതിന്.